വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഒരു വർഷം ലോകത്ത് 8 മില്യൺ ആളുകൾ പുകവലിക്കുന്നത് കൊണ്ട് മരണപ്പെടുന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് കൊണ്ട് 1 മില്യണേറെ ആളുകൾ മരണപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ഈ സിഗരറ്റിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ 1880-ലാണ് അതിന് പ്രധാനമായിട്ടൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയ ഒരു കാര്യം നടന്നത്. ആദ്യമായിട്ട് സിഗരറ്റ് റോളിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് എക്സ്പേർട്സിന് പോലും 1 മിനിറ്റിൽ 4 സിഗരറ്റ് വെച്ച് റോൾ ചെയ്യാനാണ് പറ്റിക്കൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ ജെയിംസ് ബോൺസാക്ക് എന്ന അമേരിക്കക്കാരൻ കണ്ടുപിടിച്ച സിഗരറ്റ് റോളിംഗ് മെഷീനിൽ 1 മിനിറ്റിൽ 200 സിഗരറ്റ് വെച്ച് റോൾ ചെയ്യാൻ പറ്റി. അത് പിന്നീട് ചരിത്രമായി. ഈ മെഷീന്റെ കടന്നുവരവ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. സിഗരറ്റിന് ഒരുപാട് ആരാധകരും വലിക്കാനുള്ള ആളുകളും കൂടി വന്നതോടുകൂടി അമേരിക്കക്കാര് ഒരു പരസ്യം ചെയ്യുകയുണ്ടായി. $75,000 പ്രതിഫലം തരാം സിഗരറ്റ് റോൾ ചെയ്യാൻ ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ 1870 ഒരു പരസ്യം ചെയ്യുകയുണ്ടായി. 1880 ജെയിംസ് ബോൺസാക്ക് മെഷീൻ ഏകദേശം പ്രോട്ടോടൈപ്പ് കണ്ടുപിടിച്ചു. അയാളുടെ പ്രോട്ടോടൈപ്പ് ആദ്യം തീ പിടിച്ച് നശിച്ചു പോയായിരുന്നു. പക്ഷെ അയാൾ വീണ്ടും പണിപ്പെട്ട് അതിന് വീണ്ടും രൂപകൽപ്പന ചെയ്തു. ഇതിന് പേറ്റന്റ് വാങ്ങിയെടുത്തു. ഇത് സിഗരറ്റിന്റെ ലഭ്യത, ഇതിന്റെ കോസ്റ്റ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നതിന് കാരണമായി. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നത് സ്മോക്കിംഗ് നിർത്തിയിട്ട് എന്റെ 18ാമത് ദിവസമാണ്. നിങ്ങൾക്കും എന്നോടൊപ്പം ചേരാം. നാളെ പുതിയൊരു കഥയുമായി വീണ്ടും എത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്.